ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം അതിവേഗം മാറുകയാണ്. ഹിന്ദി സംസാരിക്കുന്നവരുടെ മാത്രം പാർട്ടി എന്ന് BJP-യെ കളിയാക്കിയിരുന്നവർ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് BJP-യെ കളിയാക്കിയിരുന്നവർ ഇപ്പോൾ അമ്പരപ്പിലാണ്. കാരണം അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാജ്യത്തെ 80% ജനങ്ങളെയും ഭരിക്കുന്നത് BJP-യാണ്. 22 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഭരണമുള്ളത് BJP-ക്കാണ്. ഈ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് BJP-യുടെ ചരിത്ര മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. രാജ്യത്തെ ഏറ്റവും നിർണായക സംസ്ഥാനമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ ആദ്യമായി താമര വിരിഞ്ഞപ്പോൾ അസമിൽ തുടർച്ചയായി 3-ാം തവണയും BJP അധികാരം നിലനിർത്തി. പുതുച്ചേരിയിലും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് 4 സീറ്റുകൾ അധികം നേടി ഭരണത്തിൽ വന്നു. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും നിർണായകമായ ചുവടുവയ്പ്പുകളാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ കോൺഗ്രസ് ആണ് വിജയിച്ചതെങ്കിലും BJP 3 സീറ്റുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതാദ്യമായാണ് BJP 3 സീറ്റുകൾ നേടുന്നത്. തമിഴ്നാട്ടിൽ തളപതി വിജയുടെ TVK 108 സീറ്റുകൾ നേടി തരംഗമായപ്പോൾ BJP-ക്ക് അവിടെ 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്താണ് ഈ കണക്കുകളുടെ യഥാർത്ഥ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഒരു കാലത്ത് ഹിന്ദി ബെൽറ്റിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന BJP പശ്ചിമേന്ത്യയും മധ്യേന്ത്യയും പിടിച്ചടക്കിയ ശേഷം ഇപ്പോൾ കിഴക്കൻ ഇന്ത്യയിലേക്കും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ വമ്പൻ വിജയത്തോടെ BJP ഭരണമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഇപ്പോൾ 22ആയി ഉയർന്നു. അതായത് രാജ്യത്തെ 78% ജനങ്ങളും ജീവിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഈ മുന്നേറ്റം വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഇത് രാജ്യസഭയിലും BJP-യെ അജയ്യരാക്കുകയാണ്. മുൻപ് ലോകസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പുതിയ നിയമങ്ങൾ പാസാക്കാൻ രാജ്യസഭയിൽ മറ്റു പാർട്ടികളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ബംഗാളിലെ വിജയത്തോടെ രാജ്യസഭയിലും BJP കരുത്താർജിച്ചു. മറുഭാഗത്ത് വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒട്ടുമിക്ക പ്രാദേശിക പാർട്ടികളുടെയും കോട്ടകളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും, ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും, ബീഹാറിൽ നിതീഷ് കുമാറും, ഒഡീഷയിൽ നവീൻ പട്നായിക്കും ദുർബലരായതിന് പിന്നാലെ ഇപ്പോൾ പുതിയ ഫലങ്ങളോടെ ബംഗാളിൽ മമതാ ബാനർജിയും, തമിഴ്നാട്ടിൽ MK സ്റ്റാലിനും, കേരളത്തിൽ പിണറായി വിജയനും പരാജയത്തിന്റെ കൈപ്പറയും. പ്രതിപക്ഷം കൂടുതൽ ദുർബലമായിരിക്കുന്നു എന്ന് ചുരുക്കം. ഇന്ത്യ മുന്നണി ദുർബലമായിരിക്കുന്നു എന്ന് ചുരുക്കം. ഈ പുതിയ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. വരാനിരിക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP-യുടെ ഈ വിജയക്കുതിപ്പിന്റെ പ്രതിഫലനം കാണാൻ സാധിച്ചേക്കാം. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും തങ്ങളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും തന്നെ ചെറുതല്ല. പ്രാദേശിക പാർട്ടികളുടെ പ്രതാപം മങ്ങുമ്പോൾ BJP-യുടെ രാജ്യസഭയിലേക്കുള്ള വഴിയും ദേശീയ രാഷ്ട്രീയത്തിലെ അധികാരവും കൂടുതൽ എളുപ്പമാവുകയാണ് വിശ്വസിക്കുന്നത്.